സ്ട്രൈക്ക് ഓണം വരുന്നുണ്ട്. ദൈവമേ, മാന്താപ്പ് സാധനം. നിങ്ങളിതുണ്ടോ, ഒരു 1 kg മേളുണ്ട്. അടി 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 റോവിൻ്റെ തൊട്ടുണ്ട് അടിച്ച മീൻ പറഞ്ഞില്ലേ, ഹുക്കപ്പ്. ഹായ് ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ 3 പേരുടെ കാസ്റ്റിങ് ഇറങ്ങി കേട്ടോ. അത് രാവിലെ കേട്ടോ, ഒരു 6 മണി ടൈം ആയതിട്ടേ ഉള്ളൂ. നമ്മൾ നേരെ വരാലിന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. നമുക്ക് എന്താ കിട്ടും നോക്കാം. നേരെ നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, സ്റ്റാർട്ടിങ് മോർണിംഗ് ഫിഷിങ്. ചേറാൻ 12 കിലോ. ഫ്രണ്ട്സ്, നമ്മളവിടെ വേറൊരു സൈറ്റ് വന്നു കേട്ടോ. അവിടെ നമുക്ക് 2-3 മീൻ മിസ്സായി. ഇത് നമ്മുടെ നേരത്തെ സൈറ്റാണ്. ഇവിടെ നമുക്ക് എന്തോ കിട്ടും നോക്കാം. എന്തായാലും നോക്കാം. ഫസ്റ്റ് കാസ്റ്റിങ്ങാണ് ഇവിടെ വന്നിട്ട്. ഇവിടെ ഫസ്റ്റ് കാസ്റ്റിങ്ങിന് മീൻ അടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ വലിയ ഓളമൊന്നും ഇല്ലാതെ കിടക്കുവാണ്. ഇവിടെ ചപ്പൊക്കെ കണ്ടമാനം കിളിച്ചിട്ടുണ്ട്. ഇനി എന്തുമായിരിക്കും എന്നൊന്നും അറിയത്തില്ല അവസ്ഥ. നമുക്കെന്തായാലും നോക്കാം. നമുക്ക് കിട്ടാനുള്ള കിട്ടും, അത് ഉറപ്പാ. സ്ട്രൈക്ക് ഫസ്റ്റ് മീൻ. ഒരാൾ ചപ്പയിലുടക്കി. ഫസ്റ്റ് മീൻ വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഫായി കൊണ്ട് കിട്ടും, കാരണം ചപ്പാണ്. ചപ്പിനകത്തുള്ള മീൻ കയറ്റുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദുഷ്കരമായ പരിപാടിയാണ്. ഫസ്റ്റ് വരാൽ നാടനാട്ടോ, നല്ല ഹെവി ഒരു നാടൻ കയറിയിട്ടുണ്ട്. അടിപൊളി ക്ലിയർ ഹുക്കപ്പ് ആയിരുന്നു കേട്ടോ. കണ്ണിൻ്റെ തൊട്ട് താഴെ കൂടെ കറക്റ്റ് കയറി. ഞാൻ മീനെ കാണിച്ചു തരാം. ലിസാർഡാണ് ഫ്രോഗ്. ഇതുണ്ട്, നല്ല അടിപൊളി ഒരു വരാൽ. കണ്ണിൻ്റെ തൊട്ട് താഴെ കൂടെ ഹുക്ക് കയറിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് മീൻ കയറിയത്. കയറി ഇറങ്ങി കേട്ടോ വെളിയിൽ. അടിപൊളി ഒരു കിടുക്കം വരാൽ ഉണ്ടല്ലോ. ഞാൻ കൊല്ലി ഇട്ടിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം, സമയം അധികമില്ല. ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ മീൻ വണ്ടിയിൽ കാസ്റ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് വൈഡാക്കി എറിഞ്ഞ് അവിടെ നിന്നൊക്കെ മീൻ അടിക്കാൻ ചാൻസ് കൂടുതലാണ്. ആ സൈഡിൽ നിന്നൊക്കെ നമുക്ക് മീൻ അടിച്ചിട്ടുമുണ്ട്. സമയമില്ല കേട്ടോ, നമുക്ക് സമയം ഒരുപാട് ഇല്ല നമുക്ക് കാസ്റ്റ് ചെയ്യണം. അത് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചേട്ടനുമുണ്ട്. അവരപ്പുറത്തെ തോട്ടിൽ നിന്ന് കാസ്റ്റ് ചെയ്യുകയാണ്. അവിടെ എല്ലാവർക്കും അടിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നോട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകണം. ഇങ്ങനെ ഓരോ മീൻ അടിക്കേണ്ടതാണ്. ഒരു മീൻ അടിച്ച് ഇങ്ങനെ ഇവിടുന്ന് ഒരു മീൻ അടിക്കേണ്ടതാണ് യൂഷ്വലി. ഓണം വരുന്നുണ്ട്. ഇച്ചിരി ഹെവിയാണ്. ചേറാനാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതല്ലെങ്കിൽ വരാൽ. ടാസ്ക്, വമ്പൻ ടാസ്ക് പൈസ. അവിടെ മീൻ ഉടക്കി. ഈ ഫ്രണ്ട്സ്, എന്താ ഫാഗ് ഉണ്ട് നമുക്ക് കേട്ടോ. ഫാഗ് ഇല്ല,
മീൻ അവിടുന്ന് യൂഷ്വലി അവിടുന്ന് വിട്ട് വന്നായിരുന്നു. മീൻ വിട്ട് വന്ന് ഞാൻ ചേട്ടച്ചാരെ ഫോൺ വിളിച്ചപ്പോഴത്തേനെ മീൻ അവിടുന്ന് അവിടെ പിന്നെ എന്തെങ്കിലും ഉടക്കിയത്. അതങ്ങനെയാണ് സാധനം. നമ്മളുണ്ട് ഏകദേശം ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. മീൻ അവിടെ നിന്ന് വിട്ട് വന്ന സാധനമാണ്. മീൻ പടയ്ക്കുമ്പം അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. കുന്തം ഉടക്കുവാണല്ലേ, ചുമ്മാ അറിയും. എനിക്കൊന്ന് ഒരു ഹുക്ക് വെളിയിലായിരിക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഉടക്കത്തില്ല. ഞാൻ ഇവിടെ കിടക്കുക, കാണാമെന്ന് അറിയത്തില്ല. അവിടെ കിടപ്പുണ്ട്, ചപ്പൻ അങ്ങനെ ഇത് കിടപ്പുണ്ട്. ഫ്രണ്ട്സ്, നമ്മളെ ഇറക്കിക്കും കേട്ടോ. നമ്മളെ ഇറങ്ങി, അല്ലാതെ വേറെ രക്ഷയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കണ്ടൊക്കെ ചവിട്ടാനൊക്കെ പറ്റുമായിരുന്നു. ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങാതെ എടുക്കാൻ പറ്റത്തില്ല. ആ മീൻ അങ്ങ് കിടന്ന മീനാണ് കേട്ടോ. നമ്മൾ വലിച്ചിവിടെ വരെ കൊണ്ടുവന്നു. നമ്മൾ ഇവിടെ വെള്ളമുണ്ട്. കുന്തം എവിടെ, മീനെവിടെ? ഹുയ്യോ, സൈസും വരാല് ഫ്രണ്ട്സ്, എല്ലാം ഹെവി വരാല കേട്ടോ. എൻ്റെ ദൈവമേ, മാന്താപ്പ് സാധനം. നിങ്ങളിതുണ്ടോ, ഒരു 1 kg മേളിലുണ്ട് കേട്ടോ. മണ്ടയിലുള്ള വരാല് പൊളി. എൻ്റെ പൊന്നെ, എനിക്ക് ഇത്ര ഹെവി വരാൽ അടിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വണ്ണമുള്ള ഉരുണ്ട വരാലടിക്കുന്നത്. എന്ത് വരാലടത്, കാണിച്ചു തരാം. നിങ്ങൾ കരയ്ക്കുന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റിക്ക് ഇവിടെ വെച്ച് കാണിക്കാം. ഇതാണ് റീൽ സീറ്റിങ്. അതായത് നമ്മുടെ മിഷൻ വെക്കുന്നതിൻ്റെ റീൽ സീറ്റിങ്ങിൻ്റെ ഈ ത്രെഡ് കണ്ടോ, ഈ ത്രെഡിൻ്റെ കൂടെ വരുന്നുണ്ട് ഹെഡ്. കണ്ടല്ലോ, ഫ്രോ ഊരിട്ടില്ല ഞാൻ. ഹെഡ് കൂടെ വരുന്നുണ്ട്. അവിടെ ഞാൻ കാണിച്ചു തരാം, സൈസ് കാണിച്ചു തരാം. 1 കിലോ മണ്ടലുണ്ട്, 1.5 കിലോ എന്തായാലും മസ്റ്റായിട്ടും ഉണ്ട്. കണ്ടോ, ആ റീൽസ് ത്രെഡിൻ്റെ അവിടുന്ന്, ബ്രാവോടെ ത്രെഡിൻ്റെ അവിടുന്ന് ഹാൻഡിലും കഴിഞ്ഞിട്ടാണ് ഈ വാല് കിടക്കുന്നത്. കണ്ടോ, ഹാൻഡിലും കഴിഞ്ഞിട്ട് ഇത്രയും വാല് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളേ ഉള്ളൂ. നമ്മുടെ മീനിൻ്റെ ലെങ്ത് ഇവിടുന്ന് ഇവിടവും കഴിഞ്ഞിട്ട് ഇത്രയും കൂടെ ബാലൻസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ മീനിൻ്റെ നീളം. അവൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, നമുക്ക് ഹെഡിൽ പിടിക്കാൻ പറ്റത്തില്ല, അമ്മാതിരി സൈസ്. പ്രോപ്പർ ഹുക്കപ്പായിരുന്നു. ലിസാർഡിൻ്റെ ഫ്രോഗ് ഉപയോഗിച്ചിരിക്കുന്ന ബ്രാവോയുടെ ലൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബ്രാവോയുടെ സ്റ്റിക്ക്, ബ്ലൂ പില്ലർ, ഒരു രക്ഷയില്ല. 8 അടി കിടുക്ക സാധനം, ഒന്നും പറയില്ല. ബ്രൈഡ് ഒരു രക്ഷയില്ല കേട്ടോ. ആ ചപ്പിനകത്തുനിന്ന് വലിച്ച വലി നിങ്ങൾ കണ്ടാണല്ലോ. എന്തായാലും ഇവനെ കയറ്റിയിട്ടെ നമുക്ക് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കണം ഫ്രണ്ട്സ്. സമയം നമുക്ക് തീരെയില്ല. പക്ഷെ എൻ്റെ ദൈവമേ, മാന്താപ്പ് സാധനം. ഗ്രിപ്പറിനകത്തിട്ടല്ലേ ഇവൻ ചത്തുപോകും. എൻ്റെ വായിലൊന്നും കൈയിടാനേ പറ്റത്തില്ല. എന്തോ പല്ല നോക്കി, എൻ്റെ പൊന്നി. ഇതാണ് ഫ്രണ്ട്സ് വരാൽ. ഷ്യോ, ഹ്യൂജ് വരാൽ. ഓ എൻ്റെ പൊന്നെ, എന്തോ സൈസാന്ന് നോക്കി. ഹെവി സാധനം കേട്ടോ. എൻ്റെ ലൈഫിൽ ഇത്രയും വണ്ണമുള്ള വരാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് നീളമുള്ള വരാലിനെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഹുക്കപ്പ് വരുന്നത്, ക്ലിയർ ഹുക്കപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഹുക്കപ്പ്. അതാണ് അത്രയും പിടി പിടിച്ചിട്ട് പോലും മീൻ നമ്മുടെ ഒന്ന് മിസ്സാകാൻ. ഫ്രോഗ് നമ്മളെടുത്തിട്ടുണ്ട്, മീനെ കയറ്റിയിടുന്നു. അത് നിങ്ങൾ ആലോചിക്കണം, നാടൻ വരാലേ അത്. അടിച്ച് നമ്മുടെ 4ാമത്തെ വരാലാണ്. കയറിയെന്ന് പറയാം കേട്ടോ. അയ്യോ, വിട്ടുപോയി 4ാമത്തെ വരാല് വിട്ടുപോയി ഫ്രണ്ട്സ്. ചപ്പനുണ്ടെങ്കിൽ പോയി, അതുകൊണ്ട് കാര്യമില്ല. ഇതുണ്ട്, ഒരു ഒക്കെ കയറിയിട്ടുള്ളായിരുന്നു. ഒരു വെക്കാണ്ട് അതൊക്കെ വീണാൽ മതി. ഇപ്പോൾ ഇറങ്ങി വന്ന് അടിച്ചാണ്ടോ, അതുപോലെ ഇറങ്ങി വന്ന് പൊട്ടിക്കും. ഫോളോയുണ്ട്, ഒരു നൈസ് ഒരു ഫോളോ, 2 ഫോളോ അടി. ഫ്രോവിൻ്റെ തൊട്ടുണ്ട് അടിച്ചമ്മ പറഞ്ഞില്ലേ, ഹുക്കപ്പ്. നമ്മുടെ 3ാമത്തെ മീനാണ്. അവൻ കയറിയിട്ടില്ല, കാരണം അവൻ ചപ്പിനകത്ത് കിടന്ന് കളിക്കുന്നതല്ലേ. ചപ്പിനകത്താണ്. യെസ്, അതെ
ഹുക്കപ്പ് ഉണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കും നമ്മൾ. ഹുക്കപ്പ് ഒരു രക്ഷയില്ലാത്ത ഹുക്കപ്പാണ്. ഫ്രോഗ് ആണ് വിഴുങ്ങി നമ്മുടെ 3ാമത്തെ വരല കേട്ടോ. ഒന്നും പറയാനില്ല, കിടക്കുന്ന സാധനം. അതിനെക്കൂടെ ഇടുന്നു, നമ്മളെന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കുന്നു. അത് ഹെവി വരാൽ കിടപ്പുണ്ട് എന്നിട്ട് അവനെ നമുക്ക് വലിയ ഡാമേജൊന്നും ഇല്ലാത്ത രീതി വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഗ്രിപ്പറൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ക്ലിയർ ഹുക്കപ്പ് കേട്ടോ ഫ്രണ്ട്സ്, ഒന്നും പറയാനില്ല. അതെ, കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ഹുക്ക് റിലീസ് ചെയ്തേക്കുന്നത്. നമ്മുടെ 3ാമത്തെ വരാൽ നമ്മളിന്ന് തകർത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ചേട്ടച്ചാർ അവിടെ നിന്ന് കാസ്റ്റ് കേട്ടോ. അവർക്കറിയത്തില്ല ഇത്രയും വലിയ ഹെവി മീനാണ്. ഞാൻ ചേട്ടച്ചാരെ വിളിച്ചായിരുന്നു, ചേട്ടാ ഇതുപോലെ മീൻ ഉടക്കി എന്ന് പറഞ്ഞപ്പോൾ മീൻ അന്നേരം അവിടെ ചാടി, മീൻ പിടച്ചു. അപ്പം അത് റിലീസായിരുന്നു. അത് അവിടുന്ന് ഇങ്ങനെ അടുത്ത് വരെ വലിച്ചുകൊണ്ട് ഞാൻ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടക്കുന്നത്. പിന്നെ തുടക്കിന് അനങ്ങിയില്ല മീൻ. കുറച്ച് നേരം ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ച് നോക്കി, പിന്നെ അനങ്ങിയിട്ടില്ല മീൻ. നമുക്ക് എന്തായാലും ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, വേറെ അടിക്കുമെന്ന്. ഫ്രണ്ട്സ്, നമുക്ക് മീൻ അടിച്ചായിരുന്നു കേട്ടോ. ക്യാമറ ഹീറ്റായിരുന്നു. ഞാനപ്പോൾ അത് മാറ്റി വെച്ചത് കണ്ടോ. നമുക്ക് ഹെവി ഒരു വരാലടിച്ച് വീണ്ടും 4ാമത്തെ മീൻ. നമുക്ക് 4ാമത്തെ ഒരു വരാലടിച്ചിട്ടുണ്ട്. വെച്ച് കൊടുത്തിട്ട് ഞാനെടുത്ത്. അത് ക്യാമറ ഹീറ്റായിപ്പോയി ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് മീൻ അടിക്കാൻ കൂടെ ആയിരുന്നുണ്ട്. ഹെവി വരാൽ. വാ ഉറക്ക, ഹുക്ക് എടുക്കട്ടെ, അടയ്ക്കല്ലേ. ഹുക്ക് എടുക്കട്ടെ. ഹുക്ക് എടുത്താണ്ട 4ാമത്തെ വരാലാണ്. ചിമിട്ടം വരാല കേട്ടോ. നാലാമത്തെ വരാല്. ഫ്രണ്ട്സ്, നമ്മൾ കണ്ട വീഡിയോ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക നമ്മളെ. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ. ഞാൻ പിടിച്ച മീനെ കൂടെ കാണിച്ചേക്കാം കേട്ടോ. ഇതാണ് നമ്മൾ പിടിച്ച മീൻ. 4 കയറിയിട്ടുണ്ട്. ഒരെണ്ണം അടിച്ചതിൻ്റെ വീഡിയോസ് നമ്മുടെ ഇല്ല. ഇതാണ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും ഹെവി വരാൽ കേട്ടോ. ഇത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി.